ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ദേവ് സാർ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ നിങ്ങൾക്ക് കിടക്കാനായില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും സാഗറിനെയും സുജുവിനെ തന്നെയാണ് കാണിക്കുന്നത്. സാഗർ, എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, ഓരോരുത്തരുടെ കാര്യം, മക്കളുടെ കാര്യം ആലോചിച്ചിട്ടെന്ന് പറയുമ്പോൾ, എന്തിനാ സുജു നീ ഇങ്ങനെ ടെൻഷൻ ആവണ, അതിൻ്റെ ആവശ്യം എന്താണ്? കാരണം മക്കളൊന്നും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. മൂന്ന് പേരും മൂന്ന് സ്ഥലത്തായിരിക്കും. അവരുടെ ഭാവി, അവർ വേറെ വീട്ടിൽ താമസിച്ചു എന്നിരിക്കാം, പിന്നെ വീഡിയോ കോളിലോ എപ്പോഴേയും കണ്ടുവന്നിരിക്കും. ജീവിതകാലം മുഴുവനും നമ്മൾ തമ്മിൽ ഒരുമിച്ചല്ലേ പോവേണ്ടത്. അതുകൊണ്ട് തനിക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കണ്ടേ സുജു. പിന്നെ ബലരാമൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം വേണം, അതിന് അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് ആൻ്റി അമ്മ വരുന്നു കേട്ടോ. എന്താ അനിയൻകുട്ടാ, നീ വല്ല തീരുമാനം എടുത്തോ? ചേച്ചിയമ്മേ, അവൻ വരട്ടെ, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒന്നുമില്ലെങ്കിൽ അവൻ ഞങ്ങളുടെ മകനാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടക്കട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാമെന്ന് പറയുന്നു. അതിനുശേഷം ബലരാമനെ തന്നെ കാണിക്കുന്നത്. ബലരാമനാണെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ നിൽക്കാട്ടോ. ആ സമയത്ത് ഭാഗ്യശ്രീ അങ്ങോട്ട് വരുന്നു. മോളെ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടൻ സുന്ദരനല്ലേ, കാണാനും ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്കെന്തൊരു ടെൻഷൻ, അച്ഛനും അമ്മേൻ്റെ കാര്യം ഓർത്തിട്ടല്ല. കൃഷിയും കൃപയും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല. അതിനെക്കുറിച്ച് ഏട്ടൻ ചിന്തിക്കുകയേ വേണ്ട. കാരണം അവർ നല്ല രീതിക്ക് തന്നെ ഏട്ടനെ സ്വീകരിക്കുന്നുള്ളത് ഉറപ്പാണ്. ഏട്ടൻ സന്തോഷമായിട്ട് പോയിട്ട് വാ. അപ്പം ലാലി വരുന്നുണ്ട് കേട്ടോ. എന്താ ആൻറ്റി, ഡ്രസ്സൊന്നും മാറിയില്ലേ? കുഞ്ഞ്, ഞാൻ വരണോ? കാരണം സാഗർ സാർ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങൾ പറഞ്ഞാൽ അവർ എന്നെ ജയിലിലാക്കും. ആൻറ്റി വിഷമിക്കേണ്ട, ആൻറ്റി കൂടെ വന്നേ പറ്റൂ. അവർ ആൻറ്റിയെ കാണുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ അങ്ങനെ ജയിലിലാക്കണമെങ്കിൽ ഞാനുണ്ടല്ലോ വക്കീലായിട്ട്. ആൻറ്റിയെ നിഷ്പ്രയാസം ഞാൻ പുറത്തിറക്കും എന്നും പറയുന്നു കേട്ടോ. പിന്നീട് കൃഷിനെയും അതുപോലെ കൺമണിയെയും കാണിക്കുന്നുണ്ട്. ദേവ് സാർ ഒന്ന് ഓടി വരണേ, നല്ല ചൂടോടുകൂടി എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ദേവ് സാർ വരുന്നുണ്ട്. എന്താ കൃഷി, കൺമണി ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ആദ്യമായിട്ടൊന്നല്ല കഴിക്കുന്നത്, നീ എന്നെ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് 3 പേർക്ക് ഇരുന്ന് കഴിക്കാമെന്ന് പറയുന്നു. 3 പേര് ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ദേവ് സാർ പറയുന്നുണ്ട്, കൃഷ്, ഇന്ന് സാഗറിനെ കാണാൻ ബലരാമൻ വരുന്നുള്ള കാര്യം നീ അറിഞ്ഞില്ലേ? സർ, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട, വേറെ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കണം കൃഷേ, അതിനൊരു തീരുമാനം വേണം, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും കേൾക്കേണ്ട. ആ ഒരു വൃത്തികെട്ടവനെ എൻ്റെ ഏട്ടനായിട്ട് എനിക്ക് കണ്ടുകൂടാ എന്ന് പറയുന്നു. അപ്പോഴത്തേന് എണീറ്റ് പോകുന്ന സമയത്ത് കൺമണി അങ്ങോട്ട് വരുന്നു. കൺമണി, നീ എന്നോടൊന്നും സംസാരിക്കരുത്, കാരണം നീയും ഞാനും വലിയധികം സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹത്തിന് ഒരു പാളിച്ച സംഭവിക്കാൻ പാടില്ല ഈ കാര്യത്തിൽ. സർ, ഞാനൊന്ന് പറയട്ടെ, ബലരാമൻ ഒരു പാവമാണ്. അയാൾ അറിഞ്ഞിടത്തോളം അയാൾ ഒരു തെറ്റും ചെയ്തില്ല. അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് സുമിത്രയും ബാലഗോപാലനും. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് വേണ്ട, അയാൾ എൻ്റെ കൃപയെ ഉപദ്രവിച്ചു, അച്ഛനും അമ്മയും എന്നെയും എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. അങ്ങനെ ഒരു ഏട്ടനെ എനിക്ക് വേണ്ട. അയാളുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഒരിക്കലും മാറാനും പോകുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ആദ്യം വൃത്തികെട്ട സ്വഭാവമായിരുന്നു, പിന്നീട് തങ്കം പോലത്തെ സ്വഭാവമായ ആൾക്കാർ. പിന്നെ ബലരാമനെ കുറിച്ചാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനെ എങ്ങനെയായിരിക്കണമെന്ന് എനിക്കും അറിയണ്ടേ, അത് സത്യമാണോ അല്ലയോ എന്നൊക്കെ എനിക്കറിയണ്ടേ, അതുകൊണ്ട് എനിക്കും അത് തെളിയിക്കണം എന്ന് പറയുന്നു. പിന്നെ നീ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ് നന്നായവൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആരെയാണെന്ന് പറയുന്നു. ഉദാഹരണം ഒന്നുണ്ട്, സാറ് എന്നെക്കുറിച്ചൊന്നും വിചാരിക്കരുത് ഞാൻ പറയുന്നതിന്, അതായത് സാറ് തന്നെയാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാനോ ബാറിലും അതുപോലെ തന്നെ പെൺകുട്ടികളുമായിട്ട് കറങ്ങി നടന്ന സാറ് ഞാൻ കാണുമ്പോൾ പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ സാറ് നന്നായില്ലേ, നല്ല കുട്ടിയായില്ലേ, അതുപോലെ തന്നെ അദ്ദേഹവും മാറുമെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ഇത് സത്യമാണോ? ബലരാമൻ വന്നോട്ടെ അല്ലേ സാർ എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് പറയുന്നു. അങ്ങനെ കൺമണി കാരണം കൃഷിൻ്റെ മനസ്സലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് സാഗറിനെയും അതുപോലെ തന്നെ സുജുവിനെയും നമ്മുടെ കൃപയാണ് കാണിക്കുന്നത്. എന്താ അച്ഛാ ഈ പറയുന്നത്? അയാൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണോ? അയാൾ എൻ്റെ ഏട്ടനായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ സുജു പറയുന്നുണ്ട്, അതുകൊണ്ടാണോ നീ അയാളെ ജയിലിൽ നിറക്കണമെന്ന് പറഞ്ഞത്? നിനക്ക് സഹതാപം കൊണ്ട് നീ എന്തൊക്കെയോ അറിയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും അറിയണ്ട. അയാളൊരു നീചനാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചില്ലേ, പിന്നെ അയാൾ ശിക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ പുറത്തിറക്കണം എന്ന് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷേ ഇതിനൊരു തീരുമാനമാവണം എന്ന് പറയുന്നുണ്ട് സാഗർ. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാൾ വേണ്ട. അപ്പോഴത്തേന് സുജു പറയുന്നുണ്ട്, നീ നിൻ്റെ പോലെ തന്നെ എൻ്റെ മകനാണ് ബലരാമനെങ്കിൽ 10 മാസം ഞാൻ ചുമന്ന് പ്രസവിച്ചതല്ലേ അവനെ. അവൻ എൻ്റെ മകനാണെങ്കിൽ അത്രയും സന്തോഷമല്ലേ എനിക്കുള്ളൂ. അവനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ കൃഷ് അമ്മയുടെ മകനല്ലേ, അതോ ദത്തുപുത്രനാണോ? അവനെ ഇറക്കി വിട്ടില്ലേ അമ്മ, എന്നിട്ട് വലിയ സ്നേഹമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ബലരാമനും എന്ന് പറയുന്നു. എല്ലാവരും വേണം മോളെ, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം.
ഇപ്പം നിർത്തിക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ UK തിരിച്ചു പോകുമെന്ന് പറയുന്നു. അപ്പോഴത്തെ ഇത് കേൾക്കുന്ന സാഗറിനെയും സുജുവിനും ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോയിട്ട്